നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നോക്കുന്നത്. ഷീ ഓർ ഹി അപ്പുറത്തിരിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സാഹചര്യം എന്താണ് എന്നും നിങ്ങൾക്കറിയാം. സിംഗിളാവാം, കപ്പിളാവാം, അല്ലെങ്കിൽ വിവാഹേതര ബന്ധവുമാവാം. നിങ്ങൾ ആരെ പ്രണയിക്കുന്നു അവർക്ക് വേണ്ടി കാണുക. നിങ്ങൾക്ക് വേണ്ട ഉത്തരം എന്താണ് എന്ന് യൂണിവേഴ്സിനോട് പറയുക. അതുപോലെയാണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് വന്നതായിരിക്കാം എന്ന് വിചാരിക്കുക. പൊതുവായ ഫലങ്ങളും പറയുന്നുണ്ട്. അപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടുമെന്ന് വിചാരിച്ച് മുഴുവനും കാണാം കേട്ടോ. ഇനി പറയാനുള്ള ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വിളിച്ചാൽ കിട്ടില്ല, വാട്സപ്പിൽ വന്നാൽ മതി. അതൊക്കെയാണ് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം എന്താണ് എന്ന് കുറച്ച് നേരം ഒന്ന് ചിന്തിക്കുക. ഈ ദീപം നോക്കിയിട്ട് ചിന്തിച്ചാൽ മതി കേട്ടോ. ലൈവായിട്ട് കാണിക്കുമ്പോഴല്ലേ അങ്ങനെ വരിക എന്നൊക്കെ ഒരാൾ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ എനർജി കിട്ടുമല്ലോ, പോസിറ്റീവ് എനർജി. ആദ്യം വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിളാണ്. പേജ് പെൻറ്റക്കിൾ, 9 കപ്പ്, ഏസ് വാണ്ട്, 2 കപ്പ്, രാജാവ് വന്നു, രാജ്ഞി വന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളവരാണ്. എന്നാൽ മൂൺ കാർഡും വന്നു. ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിളാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. ജോലി കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ സാലറി കൂടി കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ പുതിയ വീട് വയ്ക്കുകയായിരിക്കാം. അങ്ങനെ പുതിയ എന്തൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ പ്രണയത്തിലും പുതിയ വഴിത്തിരിവുകൾ എന്ന് പറയുന്ന സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്നുണ്ട്. ഇവിടെ കാപ്രിക്കോൺ വന്നതുകൊണ്ട് കുറച്ച് അകൽച്ചയിലായിരുന്നു നിങ്ങൾ എന്നുകൂടി പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കിട്ട് തെറ്റി ബ്ലോക്ക് ചെയ്ത് മിണ്ടാതിരിക്കുകയാണെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർക്ക് മറ്റൊരു പ്രണയമുണ്ട്, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും താല്പര്യമുണ്ട് എന്ന്. ഇല്ല എന്ന് വിർഗോ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിർഗോ വന്നിട്ടുണ്ട്, ടോറസ് വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. ടോറസ് പുരുഷന്മാരുടെ എനർജിയാണ്, എന്നാൽ സ്ത്രീയുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 പേരുടെയും കൂടിയിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അകന്നിട്ടുണ്ട്, തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്നും പറയുന്നുണ്ട്. വിർഗോയാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ, പല കാര്യങ്ങളും ഉണ്ട്, പ്രണയം മാത്രമല്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും അവർ പ്രണയത്തിൻ്റെ കാര്യത്തിൽ സത്യമുള്ള ആളാണ് എന്ന് വിർഗോ പറഞ്ഞു. ടോറസ് പറയുന്നു കുറച്ച് അഹങ്കാരിയായിരിക്കുമെന്ന്. അത് തന്നെയാണ് മാർസും പറയുന്നത്. അത് പുരുഷന്മാരാണെങ്കിൽ അവർ കുറച്ച് പറഞ്ഞാൽ കേൾക്കാത്ത ആളായിരിക്കാം. ജെൻഡർ ഇവിടെ പറയാൻ പറ്റില്ല. സ്ത്രീകളാണെങ്കിലും കുറച്ച് പിടിവാശിക്കാരായിരിക്കും. അതാണ് ടോറസ് എന്നാൽ പറയാൻ പറ്റുക. അപ്പുറത്തിരിക്കുന്നത് ആരുമാവാം. അവരെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അവർക്ക് കുറച്ച് പറഞ്ഞാൽ കേൾക്കാത്ത സ്വഭാവമുണ്ട് എന്ന് ഇവിടെ മാർസും പറഞ്ഞു, ടോറസും പറഞ്ഞു. ഇനി ഏരീസ വന്നിരിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യം വരിക, വഴക്കിടുക, അങ്ങനെ ഒരു സ്വഭാവം കൂടി അവർക്കുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ എടുത്തുചാട്ടുള്ള സ്നേഹമുള്ള അഹങ്കാരിയായ ഒരാളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി വന്നിരിക്കുന്ന പേജ് പെൻറ്റക്കിളാണ്. അത് വളരെ സെൻസിറ്റീവായ ഒരാളാണ് എന്ന് പറയുന്ന പെൻറ്റക്കിൾസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഫെമിനിൻ എനർജിയാണ്. അപ്പോൾ ഇത് കാണാനിരിക്കുന്നത് പെൺകുട്ടികളും അപ്പുറത്തിരിക്കുന്നത് ആൺകുട്ടികളുമാണെങ്കിൽ അവരുടെ സ്വഭാവമാണ് ഈ എടുത്തുചാട്ടുണ്ട്, പറഞ്ഞാൽ കേൾക്കാത്ത സ്വഭാവമുണ്ട്, അഹങ്കാരമുണ്ട്, നിങ്ങളെ അമിതമായി കൺട്രോൾ ചെയ്യുന്ന സ്വഭാവമുണ്ട്. മാർസ് അതാ പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ എടുത്തു ചാടുന്ന സ്വഭാവമുണ്ട്. ഏരീസ് അതാ പറയുന്നത്. താൻ പോരുമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, ജിം ബോഡി ആയിരിക്കാം, നല്ലോണം ആഡംബരങ്ങളിൽ താല്പര്യമുള്ള ആളായിരിക്കാം, ഫിസിക്കലായ താല്പര്യമുള്ള ആളായിരിക്കാം. എന്നാൽ പേജ് പെൻറ്റക്കിൾ പറയുന്നു സെൻസിറ്റീവായ ആളാണ് എന്ന്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വിഷമിക്കുന്ന ആളായിരിക്കാം. യുദ്ധത്തിനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നൊരു സ്വഭാവമായിരിക്കാം നിങ്ങൾക്ക്. അങ്ങനെയുള്ള ഒരാളെയാണ് പേജ് പെൻറ്റക്കിൾ കാണിച്ചു തരുന്നത്. എംബ്രർ പറഞ്ഞു കുറച്ച് താൻപോര്യമുള്ള ആളാണ്, ബോൾഡായ ആളാണ്, ഫിസിക്കലായ താല്പര്യമുള്ള ആളാണ്. മാർസാണ്, ഏരീസാണ്. യുദ്ധം വെട്ടുന്ന സ്വഭാവമുണ്ട്, എടുത്തു ചാടുന്ന സ്വഭാവമുണ്ട്, നിങ്ങളെ അമിതമായി കൺട്രോൾ ചെയ്യുന്ന സ്വഭാവമുണ്ട്,
എന്നാൽ എല്ലാറ്റിനും മുകളിലായിട്ട് വിർഗോ വന്നതുകൊണ്ട് അവരെ നിങ്ങളെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ആളാണ്. തേർഡ് പാർട്ടി ഇല്ല ഇവിടെ. കുറച്ച് വാശിക്കാരനായ, സൗന്ദര്യമുള്ള, നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന അഹങ്കാരിയായ ഒരാളെയാണ് നമുക്ക് കാണിച്ചു തന്നത് ഈ 3 കാർഡും കൂടിയിട്ട്. എന്നാൽ ഒരു കാർഡ് പറയുന്നു നിങ്ങൾ ഭയങ്കരമായിട്ട് ലോല മനസ്സുള്ള ആളാണ്. അവരിങ്ങനെ എടുത്തു ചാടുമ്പോഴൊക്കെ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്, ബ്ലോക്ക് ചെയ്ത് പോകുന്നുണ്ട് എന്ന്. ചിലപ്പോൾ അവരായിരിക്കാം ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഇനി ഇവിടെ വന്നിരിക്കുന്നത് 9 കപ്പാണ്. അത് പറയുന്നു നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്, ചില സമയത്തൊക്കെ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ്. അഹങ്കാരം കൊണ്ട് മിണ്ടാതിരിക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഓർമ്മകൾ അവരിൽ ഉണ്ടാവുന്നുണ്ട്. ഏത് തിരക്കിനിടയിലും നിങ്ങളെ ആൾക്കൂട്ടത്തിലിരിക്കുമ്പോഴും നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് വല്ലാതെ ഫീൽ ചെയ്യുക, നിങ്ങളെ കാണണമെന്ന് തോന്നുക, നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുക, നിങ്ങളോട് വഴക്കിട്ടതിന് പശ്ചാത്തപിക്കുക. ഇപ്പം നിങ്ങളെ കാണണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് മാറുമ്പോഴാണ്, നിങ്ങളൊരു ലഹരിയായി മനസ്സിൽ തോന്നുമ്പോഴാണ്, ഞാൻ പറഞ്ഞല്ലോ ഫിസിക്കലായ താല്പര്യമുണ്ട് എന്ന്. പ്രണയത്തിൻ്റെ ലഹരിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ രൂപത്തിൻ്റെ ആ അട്രാക്ഷൻ ആവാം. എന്തായാലും അങ്ങനെ ഒരു ലഹരി പോലും ഇയാൾക്കുണ്ട് എന്നാണ് 9 കപ്പ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മാർസ് വന്നതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുമാവാം, മദ്യപിക്കുന്ന, പുകവലിക്കുന്ന ആളായിരിക്കാം. കുടുംബത്തോടൊപ്പമായാലും ഫ്രണ്ട്സിനോടൊപ്പമായാലും കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ള ആളാണ്, തനിച്ചിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. എന്നാൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത്, മറക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് കാണിക്കുന്നത്. ഇനി ഏസ് ഓഫ് പെൻഡക്കൾ, 9 കപ്പ്, പേജ് പെൻഡക്കൾ, ഇതെല്ലാം പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാവാൻ പോകുന്നു എന്നാണ്. ഇത് കാണുന്നവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെയോ സ്വപ്നങ്ങൾ സഫലമാവുന്നു എന്നാണ്. ജോലി ഇല്ലെങ്കിൽ ജോലി കിട്ടുക, വിവാഹത്തിനെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നതെങ്കിൽ വിവാഹം ചെയ്യുക, അതും അവനവൻ പ്രണയിക്കുന്ന പങ്കാളിയെ തന്നെ വിവാഹം ചെയ്യുക, നല്ലൊരു കുടുംബജീവിതം, അങ്ങനെയൊക്കെയുള്ള എന്ത് സ്വപ്നമാണോ നിങ്ങൾ കാണുന്നത് അത് സഫലമാവുന്നു എന്നാണ് ആദ്യത്തെ 3 കാർഡും പറയുന്നത്. ഇനി ഒരു എൻഡിങ്ങും ഒരു സ്റ്റാർട്ടിങ്ങുമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ മിണ്ടാൻ പോകുന്നു, കാണാൻ വരുന്നു, നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന സന്ദേശങ്ങൾ എന്നൊക്കെയാണ് പേജ് പെൻഡക്കൾ പറയുന്നത്. ഇനി ദൂരത്തിരിക്കുന്ന പങ്കാളിയാണെങ്കിൽ സന്ദേശമായിരിക്കാം, അടുത്താണെങ്കിൽ കാണാൻ വരുന്നതായിരിക്കാം. ഇനി ഒരുമിച്ച് കഴിയുന്ന ദമ്പതികളാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുന്നതായിരിക്കാം. 2 കുടുംബത്തിലിരിക്കുന്നവരാണെങ്കിലും നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ ബന്ധമെന്ന് നിങ്ങൾക്ക് അറിയൂ. ഇനി വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ടാണ്, സജിറ്റേറിയസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ പ്രണയം പൂവണിയാൻ പോകുന്നു എന്ന് പറയുന്നത്. ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ഞങ്ങളെ കണ്ടുമുട്ടില്ല, സംസാരിക്കില്ല, ഞങ്ങൾ എന്നേക്കുമായി അകന്നു എന്ന് വിചാരിക്കുന്നവർക്കാണ് ഏസ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്. അവസാനിച്ചു എന്ന് കരുതിയ ബന്ധം പൂവണിയുക, അവർ നിങ്ങളിലേക്ക് വരിക. ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചൊരു ബന്ധം വീണ്ടും കയ്യിലേക്ക് വരാൻ പോവുക. നിങ്ങളുടെ സ്വപ്നമായിരുന്ന, നഷ്ടമായിരുന്ന ഒരു പ്രണയം നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെടുക. അതാണ് ഏസ് ഓഫ് വാണ്ട് തരുന്ന സന്ദേശം. ഇനി നിങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങൾ ഒരു പടി മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിക്കുമ്പോഴും ഏസ് വാണ്ട് വരും. മറ്റൊന്ന് പറയുന്നു, നിങ്ങൾക്കിടയിൽ ഒരു പുകമറ ഉണ്ടായിരുന്നു, എന്തോ ഒരു സംശയത്തിൻ്റെ നിഴൽ ഉണ്ടായിരുന്നു, അത് മാഞ്ഞു കഴിഞ്ഞു എന്നാണ് ഏസ് ഓഫ് വാണ്ട് പറയുന്നത്. അതൊക്കെ മാറിയിട്ട് നിങ്ങളുടെ പ്രണയം പുതിയൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കോ മാറാൻ പോകുന്നു. സിംഗിളാണെങ്കിൽ വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കുകയാണ്. ഇനി ദമ്പതികളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം കിട്ടാൻ പോവുകയാണ്. 2 വീടുകളിലിരുന്ന് പ്രണയിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണകൾ മാറാൻ പോകുന്നു എന്നാണ്. ഇതിൽ ഏത് ബന്ധമാണ് നിങ്ങളുടെ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ കിട്ടുന്ന മെസ്സേജുകളാണ് പറയുന്നത്. ഇനി വന്നിരിക്കുന്നത് മാർസും ഏരീസും കൂടിയിട്ടുള്ള കാർഡാണ് എംബ്രർ. അത് പറയുന്നു കുറച്ച് ദേഷ്യക്കാരനാണ്, അഹങ്കാരിയാണ്, ബോൾഡാണ്, എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് സ്നേഹമുണ്ട്, എടുത്തുചാട്ടുണ്ട്, അമിതമായിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യും. ഇതൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത്. വിർഗോ വന്നതുകൊണ്ട് അവർക്ക് മറ്റാരോടും ഒരു താല്പര്യമില്ല എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി അടുത്തു കൂടെ പോലും പോവാത്തൊരു മനസ്സാണ്. അത് നല്ലൊരു കാര്യമാണല്ലോ. ഇനി വന്നിരിക്കുന്നു പൈസസ് മൂൺ കാർഡ്. അത് പറയുന്നു
നിങ്ങൾക്ക് അജ്ഞാതരായ ചില ശത്രുക്കളുണ്ട് എന്ന്. മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഉണ്ട്. നിങ്ങളുടെ ബന്ധത്തിനെ എതിർക്കുന്ന, താല്പര്യമില്ലാത്ത, നിങ്ങളെ അകറ്റണം എന്ന ചിന്തയുള്ള ചില ആൾക്കാരുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനുള്ള വാണിംഗ് ആണ് മൂൺ കാർഡ് തരുന്നത്. എന്നാൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് വിരഹമാണ് എന്നാണ് മൂൺ കാർഡ് പറയുന്നത്. പ്രണയമാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രണയമുണ്ട്, വിരഹമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. മറഞ്ഞിരുന്ന് നിങ്ങളെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ അപവാദം പറഞ്ഞു വരുത്തുന്ന, മിഥ്യാധാരണകൾ ഉണ്ടാക്കുന്ന ഒരു ശത്രു നിങ്ങൾക്കിടയിലുണ്ട്. അതൊന്ന് കണ്ടുപിടിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശത്രുക്കളുള്ള ആൾക്കാരും ഇവിടെ ഇത് കാണുന്നുണ്ട്. ഏരീസ് പറഞ്ഞു എടുത്തുചാട്ടക്കാരനും യുദ്ധം വെട്ടുന്ന സ്വഭാവമുള്ള ഒരാളുണ്ട് എന്ന്. ഒരുപക്ഷെ ഈ ശത്രു ആയിരിക്കാം. നിങ്ങളോട് തക്കം പാർത്തിരുന്ന് കലഹിക്കാൻ വേണ്ടിയിട്ട് മറഞ്ഞിരിക്കുന്ന ഒരു ശത്രു ഉണ്ടാവുമായിരിക്കുക. നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ വിവാഹ ജീവിതം മുന്നോട്ട് പോകുമ്പോഴോ നിങ്ങളെ എതിർക്കാനോ നിങ്ങളെ മാനസികമായി തളർത്താനോ ഒരു ശത്രു ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് അകറ്റി നിർത്താനാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ വ്യക്തിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് അവരെയും ഭയങ്കര സ്നേഹമാണ് എന്ന് മറ്റെല്ലാ കാർഡും പറഞ്ഞു. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോവുകയാണ്. നോ കോണ്ടാക്റ്റ് ആയവരൊക്കെ ഇന്ന് കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇനി വന്നിരിക്കുന്നത് ക്യൂൻ കപ്പാണ്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ഇതാണ് രാജ്ഞി തരുന്ന സോഡിയാക് സൈൻ. ഇത് പറയുന്നു മാനസികമായിട്ട് വിഷമിക്കുന്ന ആളാണ്. സ്കോർപിയോ വന്നു കഴിഞ്ഞാൽ മാനസിക വിഷമങ്ങളെയാണ് കാണിക്കുന്നത്. പൈസസ് വന്നു കഴിഞ്ഞാൽ ശത്രുക്കൾ ഒരുപാടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ക്യാൻസറാണ് വന്നിരിക്കുന്നത്. അത് മാനസികമായിട്ട് എപ്പോഴും കലങ്ങിയ മനസ്സായിരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അത്ര നല്ല ഒരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്ന ആളല്ല. നിങ്ങളുടെ പങ്കാളിയാവാം അല്ലെങ്കിൽ നിങ്ങളാവാം. ഇവിടെ ഫെമിനിൻ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരിങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഫീലിങ്സാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിന് എപ്പോഴും സമാധാനമില്ല, ഒരു ശത്രു ഉണ്ട് എന്ന തോന്നലായിരിക്കും എപ്പോഴും. ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങൾ സമാധാനം എന്താ എന്ന് പോലും അറിയുന്നില്ല എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് മൂന്നും നിങ്ങളെ ഇടങ്ങേറിലാക്കുന്ന സോഡിയാക് സൈനുകളാണ്. എപ്പോഴും മനോവിഷമമാണ് ഇവിടെ കാണുന്നത്. കർക്കിടകം രാശി സമാധാനമേ തരില്ല. എപ്പോഴും കലങ്ങുന്ന ഒരു മനസ്സിനെയാണ് കാണിക്കുന്നത്. മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു മനസ്സിനെയാണ് കാണിക്കുന്നത്. പൈസസ് എന്ന് പറഞ്ഞാൽ ഇണമത്സ്യങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എന്നാണ് പൈസസ് പറയുന്നത്. എന്നാൽ സ്കോർപിയോ വന്നിട്ടുണ്ട്, അത് വിഷമാണ്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് ഈ ക്യൂൻ ഓഫ് കപ്പ് പറയുന്നത്. അപ്പോൾ അത്തരം സംശയങ്ങളൊന്നും വേണ്ട എന്ന് വിർഗോ പറഞ്ഞു കഴിഞ്ഞു. അപ്പുറത്തിരിക്കുന്ന ആൾ നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ആളാണ്. ഈ പൈസസ് തന്നെയാണ് അവരുടെയും മനസ്സിലുള്ളത്. അപ്പോൾ മൂൺ കാർഡ് പറഞ്ഞു അവർക്ക് നിങ്ങളോട് ഭയങ്കര പ്രണയമാണ്, വിരഹമാണ് എന്ന്. ഇവിടെ ക്യൂൻ കപ്പ് പറഞ്ഞു നിങ്ങൾക്കും അവരെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ നല്ല പ്രണയമാണ് എന്ന്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം പ്രണയിക്കുന്ന പുനർജന്മം ആയ ഇണകളെയാണ് നമ്മളിവിടെ കണ്ടത്. മുജന്മങ്ങളിലെ ഇണകൾ, അത്തരക്കാരെയാണ് നമ്മളിവിടെ കണ്ടത്. എല്ലാവരും ഒന്നും പുനർജന്മമായിരിക്കില്ല. അപ്പോൾ ഇത്തരം ആൾക്കാരും കാണുന്നുണ്ടാവും. പ്രണയത്തിൽ സത്യമുള്ള ആൾക്കാർ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവിടെ സോഡിയാക് സൈൻ പറയുന്നത് നിങ്ങളുടെ സോഡിയാക് സൈൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരം ആൾക്കാർക്ക് ഈ മെസ്സേജ് കൂടുതൽ റെസനേറ്റ് ആവും. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഇനി നമുക്ക് കരിയർ, ഹെൽത്ത് ഇതിലേക്ക് പോവാം. ഇവിടെ കരിയർ വന്നിരിക്കുന്നത് വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട്, ഗവൺമെൻറ് ജോബുകളെല്ലാം വന്നിട്ടുണ്ട്, അധ്യാപകർ വന്നിട്ടുണ്ട്, തപാൽ വകുപ്പ് വന്നിട്ടുണ്ട്, ഗതാഗതം വന്നിട്ടുണ്ട്, സയൻറ്റിസ്റ്റ് ആയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി മെഡിക്കൽ രംഗം വന്നിട്ടുണ്ട്, പോലീസിലോ പട്ടാളത്തിലോ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്, ചെറുകിട വ്യവസായങ്ങൾ വന്നിട്ടുണ്ട്, ഭൂമി സംബന്ധമായ എല്ലാ ഇടപാടുകളും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് കരിയർ. ഇനി ഹെൽത്തിലേക്ക് പോയാൽ പ്രഗ്നൻസി പീരീഡ് പറയുന്നുണ്ട്, ഗർഭാശയ അണ്ഡാശയ സ്ഥാന ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട്, കരൾ രോഗം പറയുന്നുണ്ട്, അമിത മദ്യപാനം പറയുന്നുണ്ട്, അനീമിക്കാണ് എന്ന് പറയുന്നുണ്ട്, അണുബാധ പറയുന്നുണ്ട്. ഇനി ഇസ്നോഫീലിയ, ഡസ്റ്റ് അലർജി, ചുമ, ബ്രോങ്കൈറ്റിസ് ഇതൊക്കെ പറയുന്നുണ്ട്. കടുത്ത തലവേദന പറയുന്നുണ്ട്, ദന്തരോഗങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത്. ഇനി പൊതുവായിട്ടുള്ള ഫലങ്ങൾ
നിങ്ങൾക്ക് കുറച്ച് പണം കയ്യിൽ വന്ന് ചേരും എന്ന് പറയുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ സ്വപ്നം കാണുന്നവർക്ക് അത് സഫലമാവും എന്ന് പറയുന്നുണ്ട്. ബന്ധുസമാഗമം പറയുന്നുണ്ട്. സന്ദേശങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. കല്യാണാലോചനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചില ശത്രുക്കൾ നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ശത്രുക്കളെ തിരിച്ചറിയാനാണ് പറയുന്നത്. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള ഫലങ്ങൾ. ഇതിലും കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽ ഞാൻ തരും. വാട്സപ്പിൽ വന്നാൽ മതി, വിളിക്കാൻ നിൽക്കണ്ട. അതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. ചെറിയ റീഡിംഗ് ആണ്. കൂടുതൽ സമയം എനിക്ക് സംസാരിക്കാൻ വയ്യ. എല്ലാറ്റും തടസ്സമാണ് കാണുന്നത് കേട്ടോ. ഇത് പൊതുവായിട്ടുള്ള ഫലങ്ങളായിരിക്കാം. പുതിയ പ്രണയം പറയുന്നുണ്ട് ചില ആൾക്കാർക്ക്. ഡിസെപ്ഷൻ നടക്കുന്നുണ്ട് ചില ആൾക്കാരുടെ ലൈഫിൽ. കാണുമ്പോൾ പ്രണയം മാത്രം പങ്കുവയ്ക്കൂ പങ്കാളികളോട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. ചില ആൾക്കാർ വഞ്ചിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് വെറും തോന്നലായിരിക്കാം. ചില ആൾക്കാർക്ക് പുതിയ പ്രണയം വരാൻ പോകുന്നുണ്ട്. ചില ആൾക്കാരോട് പറയുന്നു നിങ്ങളുടെ പ്രണയം മുഴുവൻ പങ്കാളിക്ക് കൊടുക്കൂ എന്ന്. ഇനി പറയുന്നു ചില ആൾക്കാരോട് നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങൾക്കും തടസ്സം കാണുന്നു. അപ്പോൾ ഇതൊരുപാട് പേര് കാണുന്നതാണ്. പല ആൾക്കാർക്കുള്ള മെസ്സേജുകളാണ്. ഇനി നമുക്ക് 2 കാർഡ് കൂടി എടുത്ത് നോക്കാം എന്താ വരുന്നതെന്ന്. റീകൺസിലേഷൻ പറയുന്നുണ്ട്. അത് പേജ് പെൻഡക്കൾ പറഞ്ഞു. ഫ്രണ്ട്സ് ഓൺലി. ചില ആൾക്കാർ ഫ്രണ്ട്സായിട്ടെങ്കിലും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. തേർഡ് പാർട്ടി ഉള്ള ആൾക്കാരുണ്ട്. അതാണ് ഡിസെപ്ഷൻ എന്ന കാർഡ് വന്ന്. ഒരു വിഭാഗം ആൾക്കാർക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അവരുടെ പങ്കാളി അവരെ വഞ്ചിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ടാരോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഇണകൾക്ക് വേണ്ടിയിട്ടല്ല ഈ കാർഡുകൾ വന്നിരിക്കുന്നത്. ഇത് മറ്റാർക്കു വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. ഇന്നത്തെ റീഡിങ്ങിൽ കണ്ടത് കുറച്ച് അഹങ്കാരിയായ, നല്ല സൗന്ദര്യമുള്ള, കൺട്രോൾ ഇഷ്യൂ ഉള്ള, എന്നാൽ നിങ്ങളെ അങ്ങേയറ്റം പ്രണയിക്കുന്ന വിരഹിയായ ഒരു ഇണയെയാണ് നമ്മൾ കണ്ടത്. ഷീ ഓർ ഹി. എന്തായാലും അവരിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്ന പോസിറ്റീവ് മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായി ഇരിക്കുക. ഇനി ചാനൽ സബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ, നല്ല നല്ല അഭിപ്രായങ്ങൾ താഴെ പറയാൻ മടിക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം വായിച്ചിട്ട് മറ്റുള്ളവർക്ക് കൂടി ഒരു പോസിറ്റീവ് എനർജി കിട്ടണം. അത് മറക്കാതിരിക്കുക.